ഹായ്, എൻ്റെ പേര് ശ്രീജൻ. കോഴിക്കോടാണ് താമസം. കഴിഞ്ഞ 25 വർഷമായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് സ്വദേശത്തും വിദേശത്തുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ കോഴിക്കോടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, നമ്മളുടെ ചാനലിൽ നമ്മൾ ഒരു 3-4 എപ്പിസോഡ് ചെയ്തു. കുട്ടിയുടെ ഭാവിയെക്കുറിച്ചിട്ട് പലതും നമ്മൾ ഇതിൽ ചെയ്തു. ഇനി ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത് കുട്ടിയുടെ ജോലിയെക്കുറിച്ചാണ്. ഒരു കുട്ടിക്ക് ജോലി കിട്ടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ജോലി കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുട്ടിക്ക് ഏത് ജോലി കിട്ടും എന്നല്ല നമ്മൾ നോക്കേണ്ടത്. അത് വേണം. ഏത് ജോലി, ഇപ്പോൾ ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, അല്ലെങ്കിൽ ടീച്ചറാണോ, അല്ലെങ്കിൽ പോലീസാണോ, അങ്ങനെയൊക്കെ പല ജോലികളുണ്ടല്ലോ. ആ ജോലി കിട്ടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അങ്ങനെയുള്ള പ്രൊഫഷൻ ഏതാണെന്നല്ല തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തൊരു 15 വർഷം കുട്ടി ഇപ്പോൾ പ്ലാൻ ചെയ്തു. കുട്ടി ഇപ്പോൾ 10 വയസ്സാണ്. ഇപ്പോൾ അവൻ 5ാം ക്ലാസ്സിലാണ് എന്ന് വിചാരിക്കുക. ഇനി അവൻ 25 വയസ്സാകുന്ന സമയത്ത് അവന് ജോലി കിട്ടണം. അതായത് 15 വർഷം കഴിഞ്ഞിട്ട്. ഈ 15 വർഷം കൊണ്ട് നമ്മൾ അവനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമൊക്കെയാണ്, ഏത് ജോലി തിരഞ്ഞെടുക്കണം, ഇനി ജോലി തിരഞ്ഞെടുത്താൽ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാമൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത്. അതാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഇപ്പോൾ ജോലി അവനിപ്പോൾ നമ്മളൊരു ജോലി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ജോലിയിൽ അവന് പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. അത് കുട്ടിയുടെ മാനസികാവസ്ഥ എങ്ങനെയല്ലേ എന്ന് നോക്കണം. അതിന് മുന്നേ നമ്മൾ സെറ്റ് ചെയ്യണം. കുട്ടിക്ക് ഡ്രീം അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അവനിപ്പോൾ ഇന്നുള്ള ഡ്രീം ആയിരിക്കുമല്ലോ നാളെയുള്ള ഡ്രീം ആയിരിക്കുമല്ലോ മറ്റന്നാളുടെ ഡ്രീം ആയിരിക്കും. ഓരോ ദിവസം ഓരോ തോന്നുക. അവന് ഇപ്പോൾ സ്കൂളിൽ ഐസ് വെക്കുന്ന ഒരാൾ വന്നിട്ട് അയാൾ ഐസ് ബോക്സിൽ നിന്ന് ഐസൊക്കെ എടുത്ത് വെക്കുന്ന ആളാണെങ്കിൽ അന്നേരം അവൻ്റെ മനസ്സിൽ തോന്നുന്നത് എങ്ങനെയാണ്, വലുതായിട്ട് എനിക്കൊരു ഐസ് വെക്കുന്ന ആളായി മാറണം. അടുത്ത ദിവസം വേറെ സ്കൂളിൽ മാജിക്ക് കാണിക്കാൻ വേണ്ടി ഒരു മജീഷ്യൻ വന്നു. അപ്പോൾ അവൻ്റെ മനസ്സിലാണ് എനിക്ക് വലുതായി കഴിഞ്ഞാൽ ഒരു മാജിക്ക് പഠിക്കുന്ന ആളായി മാറും, മാജിക്കൊക്കെ കളിക്കുന്ന ഒരാളായി മാറും. പിന്നെ അവർ ദിവസവും ക്ലാസ്സിൽ ടീച്ചേഴ്സിനെ കാണുന്നു, അവർ ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, ബോർഡുമേൽ എഴുതുന്നു, പഠിപ്പിക്കുന്നു, അവർ കുട്ടികളെ അടക്കി നിർത്തുന്നു. ഇതൊക്കെ അവന് കാണുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ടീച്ചറാവണം. വേറെ ഏതെങ്കിലും സ്ഥലത്ത് അവനൊരു സിനിമയൊക്കെ കണ്ട സിനിമയിൽ ആ പോലീസുകാരനാണ് ഇതിൻ്റെ ഹീറോ. അവൻ അന്നേരം നമ്മളോട് പറയും അവന് പോലീസാവണം. ചില ആഗ്രഹം പറയും, ചില ആഗ്രഹം മനസ്സിലുണ്ടാവും. ചില ആഗ്രഹം അവനെന്തായിരിക്കും, ഡ്രൈവറാണെന്നാണ്. കാരണം അവൻ്റെ വീട്ടുകാർ വണ്ടി ഓടിച്ചു പോകുന്നത്, പല ആൾക്കാരും വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്, ബസ് ഓടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവറാവണമെന്നായിരിക്കും അവൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ ഒരു പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ അവന് തോന്നും പോലീസാവണമെന്നായിരിക്കും അവൻ ആഗ്രഹം. കാരണം റോഡിൻ്റെ നടുക്കുന്ന ട്രാഫിക്കൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു പോലീസുകാരനെ കാണുമ്പോൾ എനിക്കും വലുതായാലൊരു പോലീസുകാരനായി മാറണമെന്നൊക്കെ ചിന്തിക്കുക. അവൻ എന്ത് ചിന്തിക്കുന്നില്ല, അവൻ ആ ജോലി ഒരു 15 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നോ, ആ ജോലിയിലുള്ള ആളുകളുടെ റിട്ടയർഡായിട്ടുള്ള അവരുടെ അവസ്ഥ എന്താണെന്നുള്ളതോ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി അവർക്ക് മതിയാവുന്നുണ്ടോ എന്നുള്ളതോ, ഇതൊന്നും അവൻ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവന് ഒരു ജോലി ആദ്യമേ റെഫർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളും കൂടെ അവൻ്റെ ഡ്രീമിനെ കൂടെ നിൽക്കണം. എന്നിട്ട് ഒരുമിച്ച് നിന്നിട്ടാണ് എന്താണ് എൻ്റെ ഡ്രീമെന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം കുട്ടിക്കറിയില്ല. കുട്ടിക്കിപ്പോൾ ഡ്രൈവറാണെന്ന് ആഗ്രഹമുണ്ട്. ഡ്രൈവറാണെങ്കിൽ നമ്മളൊരു ജോലിക്കും പോകണ്ട, സ്കൂളും പോകണ്ട, പഠിക്കാനും പോകണ്ട. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വലുതായി കഴിഞ്ഞാൽ ഏതെങ്കിലും കാറോ ടാക്സിയൊക്കെ ഓടിച്ച് പോവാം, ഡ്രൈവറാവാം. അതല്ല, നമ്മൾ പഠനമായിട്ട് ബന്ധപ്പെട്ട് മേലോട്ട് വന്നിട്ട് ഏത് പ്രൊഫഷനാണെന്ന് ചിന്തിക്കണം. അതിൻ്റെ ഉപരിയായിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുകയാണ്. ഇപ്പോൾ 2024, ഇനിയൊരു 15 വർഷം കഴിഞ്ഞാൽ 2024 10 34 5 39 2040 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? 2040 ആകുമ്പോഴത്തേക്ക് അവൻ എത്ര രൂപയുടെ ശമ്പളം കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്ക് ജോലി കിട്ടണം എന്നല്ല പറയാം. പലപ്പോഴും പല ആൾക്കാരും എങ്ങനെയാണ് പോകുന്നത്, പഠിക്കുന്നത് കുട്ടികളെങ്ങനെ പറഞ്ഞയക്കുക. ഈ 15 വർഷം അവരിപ്പോൾ കൂടെ നടക്കുന്നുണ്ട്. അവർ പഠിക്കാനോ പുസ്തകമോ അതിന് വേണ്ട സാധനങ്ങൾ, ട്യൂഷന്, അവർക്ക് വേണ്ട ക്ലാസ് സമയം, അവരെ കൂടെ പോവുക, അവരെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ട എല്ലാ കാര്യവും 10-15 വർഷം ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്തിട്ടും അവൻ ഒരു ലെവലിൽ എത്തുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഇതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? അപ്പോൾ നമ്മൾ 15 വർഷം കുട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ ഡ്രീം സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കുട്ടിയിലുണ്ടാക്കേണ്ട ഒരു എയിം നിങ്ങൾ മനസ്സിൽ കാണണം. 15 വർഷം കഴിഞ്ഞ് അവന് കിട്ടേണ്ട പൈസ എത്രയാണെന്ന് നിങ്ങൾ ശമ്പളം, ഒരു മാസം എത്ര ശമ്പളം കിട്ടണം, അതാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ജോലിയല്ല. അതിനനുസരിച്ച് അങ്ങനെ അത്രയും വലിയൊരു എമൗണ്ട് ജോലി കിട്ടണമെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ഏത് പ്രൊഫഷനാണ് ചെയ്യിക്കേണ്ടത് എന്നിട്ട് അത് ഡ്രീം ചെയ്യാനും അത് അവനോട് പറയുകയും ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യാം.
ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ 15 വർഷം കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ ഒരു മാസം കിട്ടണം എന്ന് വിചാരിക്കുക എന്ന് വെച്ചോ, എന്നാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 25 ലക്ഷം രൂപ ഒരു മാസം കിട്ടുക എന്ന് പറയുമ്പോൾ ആളുകൾ ചില സമയം നമ്മളെ മക്കാറാക്കുകയൊക്കെ ചെയ്യട്ടോ. അതിപ്പോൾ ഇതിൽ കേൾക്കുന്ന കുറേ ആൾക്കാരൊക്കെ നമ്മൾ ചിരിക്കുന്നുണ്ടാവും. 25 ലക്ഷം രൂപ മാസം, ഇവിടെ മാസം 1 ലക്ഷം തന്നെ കിട്ടുന്നില്ല ആളുകൾക്ക് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അത് നമ്മളുടെ ചിന്തയിലുള്ള തെറ്റാണ്, മനസ്സിലായില്ലേ? സ്വർണത്തിന് 50,000 മേലെ വരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? സ്ഥലത്തിന് 50,000 ഉറുപ്പ് കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ് ഇപ്പോൾ അവിടെ ചോദിക്കുന്നത് 15 ലക്ഷം രൂപയാണ്. അപ്പോൾ അടുത്തൊരു 15 വർഷം കഴിയുമ്പോൾ നമ്മുടെ സമൂഹവും നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഏത് ലെവലിലേക്ക് മാറും എന്നുള്ളതിന് ഒരു പിക്ചറും ഇല്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരിക്കലും കുട്ടിക്ക് നീ ടീച്ചർ അയക്കുക, അതാണ് അവൻ്റെ ഇഷ്ടം, അപ്പോൾ അതിന് വിട്ടേക്കുക. അല്ലെങ്കിൽ നീ ഡോക്ടർ അയക്കുക, അതാണ് ഇഷ്ടം, അതിന് വിട്ടേക്കുക. അല്ലെങ്കിൽ നീ എഞ്ചിനീയർ അയക്കുക. അങ്ങനെ പോയിട്ട് കാര്യമില്ല. എത്ര രൂപ ഒരു മാസം സാലറി കിട്ടണം എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ ഒരു 25 ലക്ഷം രൂപ ശമ്പളം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വെച്ചോ, 15 വർഷം കഴിഞ്ഞ് 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നോർമലി കുറേ കിട്ടുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ. എന്നാൽ ആ 25 ലക്ഷം രൂപ കിട്ടുന്ന ഒരുപാട് ആളുകൾ അന്ന് ഉണ്ടാവും. പക്ഷേ പലർക്കും അതിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു 25 വർഷം മുന്നേ അമേരിക്കയിൽ നടക്കുന്ന ഫുട്ബോൾ നമ്മളെ വീട്ടിൻ്റെ അകത്തുനിന്ന് കാണാമെന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ ചിരിക്കും, മക്കറാക്കും. എന്ത് വാർത്തയാണ് ഈ പറഞ്ഞത്? അമേരിക്കയിൽ നടക്കുന്ന ഫുട്ബോൾ കളിയാണ്, വേൾഡ് കപ്പ് നമ്മൾ നടക്കുന്നിടത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് വേൾഡ് കപ്പ് കാണാൻ പറ്റും? എങ്ങനെ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു 25 വർഷം മുമ്പ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോന്നും പറയുന്നത് നിങ്ങൾ അങ്ങനെ കണക്കൂട്ടും. ഇപ്പോൾ നമുക്ക് ചില സമയം 1 ലക്ഷം 2 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്ന ആളെയൊക്കെ കണ്ടിട്ടേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ 1 ലക്ഷം 2 ലക്ഷമൊക്കെ നമുക്കിനി 25 വർഷം കഴിഞ്ഞ് കിട്ടിയിട്ട് കാര്യമില്ല, ചെറിയ പൈസയായിരിക്കും. 100 രൂപ പണിക്കൂലിയുള്ള സമയത്ത് അവൻ കുടുംബത്തെ നോക്കിയതാ, ഭാര്യയും കുട്ടികളെയും കുടുംബക്കാരെയൊക്കെ നോക്കിയിരുന്നു. ഇന്ന് 1000 രൂപ ഒരു ദിവസം അവന് കിട്ടുന്നുണ്ട് പണിക്കൂലി, എന്നിട്ടും തികയുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. ഓക്കെ, പണ്ട് നമ്മൾ 1 കിലോ ഇറച്ചി വാങ്ങിയിട്ട് എത്ര ഒരു വീട്ടിൽ 4 കുടുംബം ഒരുമിച്ച്, കൂട്ടുകുടുംബം, ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമാണല്ലോ അന്ന്, ഒരുമിച്ച് എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ 1 കിലോ ബീഫ് വാങ്ങിയപ്പോൾ എന്നാലും ബാക്കിയായിരുന്നു കറി. ഇന്നിപ്പോൾ ഒരു ഫാമിലിക്ക് 1 കിലോ ചിക്കൻ വാങ്ങിയിട്ട് ബാക്കിയില്ല, തിന്നാനില്ല. നമ്മുടെ ഒരു ഫാമിലി റിലേറ്റീവ്സോ ഫ്രണ്ട്സോ നൈബേഴ്സോ ഒക്കെ നമ്മുടെ ഒരു ഗസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? 1 കിലോ വാങ്ങുമ്പോൾ നമുക്കൊരു വിഷമം. 1 കിലോ മതിയാവുമോ? പോരല്ലോ, 2 കിലോനൊക്കെ വാങ്ങും. ഒന്നാലോചിച്ച് നോക്കുക വ്യത്യാസം. ഇങ്ങനെ പലതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, സ്വന്തമായിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ 25 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ, ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, 25 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 1 ലക്ഷം രൂപ കിട്ടണം. അങ്ങനെയാണ് 25 ദിവസം കൊണ്ട് 25 ലക്ഷം രൂപ കിട്ടുന്നത്. ഒരു ദിവസം 1 ലക്ഷം രൂപ കിട്ടുന്ന ഒരു കാറ്റഗറി ഞാൻ പറയാം. ഇപ്പോൾ ഒരു ദിവസം 30,000 കിട്ടുന്ന ആളുകളുണ്ട്, 35,000 കിട്ടുന്ന ആളുകളുണ്ട് ഒരു ദിവസം. അതാരാ? അത് ലീഡിങ് സർജൻസ്, ഡോക്ടേഴ്സാണ്. വലിയ വലിയ ന്യൂറോളജിസ്റ്റ്, യൂറോളജിസ്റ്റ്, ടൗണിലുള്ള ആൾക്കാർ. ഇവർ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2 മണി മുതൽ രാത്രി 7 മണി വരെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇവർ 100 പേഷ്യൻറ്റിനാണ് ഒരു ദിവസം നോക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റോ യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ പീഡിയാട്രിക് സർജനോ നിങ്ങൾ ആരെങ്കിലും എടുക്കുക, പീഡിയാട്രിസ്റ്റിനൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കാറ്റഗറിയിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ നിങ്ങൾ എടുക്കുക. 100 പേഷ്യൻ്റ് അവർ ഒരു ദിവസം നോക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞ് വന്നിട്ട് അതവർക്ക് സാലറി ഉണ്ട്, 1 ലക്ഷം 1.5 ലക്ഷം റുപ്യ ശമ്പളമുണ്ട് മാസം. അതല്ല, ഇവർ വീട്ടിൽ വന്നിട്ട് അങ്ങനെ രോഗികളെ പരിശോധിക്കാൻ രോഗികൾ വരുന്ന സമയത്ത് ഈ പേഷ്യൻറ്റിനോട് അവർ വാങ്ങുന്നത് ഒരാൾ 300 റുപ്യ അല്ലെങ്കിൽ 350 രൂപ, 400, 500 വരെ വാങ്ങുന്നവരുണ്ട്. എന്നാലും ഒരു ഏവറേജ് നമുക്ക് കൂട്ടാം, 350 രൂപ ഒരാളോട് വാങ്ങുന്നതെന്ന് കൂട്ടുക. ഇനി 300 രൂപ ഒരാൾ ഫീസായിട്ട് വാങ്ങിക്കുന്നത് എത്ര? 1.5-2 മിനിറ്റാണ് ഇവരെ നോക്കുന്നത്. അത് ഒരു ദിവസം ഇവർക്ക് ടാർഗറ്റ് ഉണ്ട് 100 പേഷ്യൻ്റാണ്. ഈ 100 പേഷ്യൻറ്റിനോട് 300 രൂപ വെച്ച് വാങ്ങുമ്പോൾ 30,000 രൂപയാണ് ഒരു ദിവസം ഇവർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് നമ്മൾ 1 ലക്ഷം രൂപ നമുക്ക് കിട്ടണം. അതിലെന്താ വഴി എന്നുള്ള കിട്ടും. ഇപ്പം 300 രൂപ വാങ്ങുന്നത് അതേ സംഗതി തന്നെ 300 രൂപ വാങ്ങിക്കുന്നത് ഒരു 15 വർഷം കഴിഞ്ഞാൽ, 15 വർഷം ആവണമെന്നൊന്നുമില്ല, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, 15 വർഷം ആവേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. 15 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു ഡോക്ടർ ഇതേമാതിരി പേഷ്യൻ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ 300 രൂപയല്ല നമ്മൾ ഡോക്ടറെ അടുത്ത് കൊടുക്കുന്നത്, ആ 300 രൂപയ്ക്ക് ഓരോ 1000 രൂപ കൊടുക്കേണ്ടി വരും. 1000 രൂപ പ്രശ്നം തന്നെ, ഒരു ദിവസത്തെ പണിക്കൂലിയല്ലേ ഉള്ളൂ. 1000 രൂപ കൊടുക്കാൻ ആൾക്കാർ റെഡിയാണ്. ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ 2 മിനിറ്റ് ആൾ നോക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, ഓക്കെ, 1000 രൂപയാണ് വാങ്ങിക്കുന്നത്.
ഒരു 25 ദിവസം അവിടെ പ്രാക്ടീസ് ചെയ്യുക, 5 ദിവസം ലീവ് എടുക്കുകയാണ്, 25 ദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും 25 ലക്ഷം റുപ്യാണ്. സിമ്പിൾ മാത്തമാറ്റിക്സാണ് ഞാനീ പറഞ്ഞത്. അങ്ങനെ 25 ലക്ഷം റുപ്യ ഒരു മാസം കിട്ടും. ഈ 25 ലക്ഷം റുപ്യ നിങ്ങൾക്ക് കിട്ടണം, നിങ്ങളുടെ കുട്ടികളെ യൂറോളജിസ്റ്റോ ന്യൂറോളജിസ്റ്റോ ടൗണിലെ ലീഡിങ് ആയിട്ടുള്ള ഒരു ഡോക്ടറാക്കി മാറ്റണം. അതിന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വെറും പഠിപ്പിച്ചാൽ മാത്രം പോരാ, പല വഴിപാടുകളും നമ്മളിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തണം. കാരണം വലിയൊരു എമൗണ്ടാണ് കിട്ടാൻ പോകുന്നത്. വലിയൊരു എമൗണ്ട് ഒരു മാസം കിട്ടണമെങ്കിൽ നമ്മൾ മാനസികമായിട്ട് മാറണം. പല ചിന്തകളും നമ്മൾ മാറ്റണം. അത് മാറ്റാൻ പല പേരൻസും തയ്യാറല്ല. അതുകൊണ്ടാണ് പഠിക്കുന്ന അവരുടെ കുട്ടികൾക്ക് പോലും ഈ പൈസ കിട്ടാത്തത്. അവരിങ്ങനെ പഠിപ്പിച്ച് പോവുകയാണ്. ഇപ്പോൾ ട്യൂഷൻ കൊടുത്ത് പഠിക്കുന്നുണ്ട്, നല്ലോണം പോകുന്നുണ്ട്, A+ വാങ്ങുന്നുണ്ട്, ക്ലാസ്സിലെ ലിസ്റ്റാണ്, ഫുൾ A+ വാങ്ങി, നീറ്റ് പരീക്ഷ എഴുതിപ്പിച്ച് അതിൽ പാസ്സായി, അതിൽ ഡോക്ടറായി. നീറ്റ് പരീക്ഷ എത്ര പേര് ഡോക്ടറാവും? ഇനി ഡോക്ടറായാലും ഈ പറഞ്ഞ പൈസ കിട്ടുമെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പുണ്ടോ? ഡോക്ടറായി കഴിഞ്ഞാലും ഈ പറയുന്ന പൈസ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അവർ നേരെ ക്ലിനിക്കിലൊക്കെ നിന്നിട്ട് ചില സമയം ഈ പറഞ്ഞ കാര്യത്തിന് 1 ലക്ഷം റുപ്യയ്ക്കോ 1 ലക്ഷം റുപ്യയ്ക്കൊക്കെ ചെറിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്നതിനേക്കാൾ കുറവായിരിക്കും ഒരു പക്ഷേ 15 വർഷം കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സിന് കിട്ടുന്ന പൈസ. കാരണം അത്രയും കുട്ടികൾ നീറ്റ് പരീക്ഷ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവനത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവനെ വ്യക്തമായൊരു ഫോക്കസ് ചെയ്തിട്ട് അവൻ എന്തായി മാറണം എന്നുള്ളൊരു ചിന്താഗതി പേരൻസിനില്ല. പേരൻസ് ഒഴുക്കിനെതിരെ ഇങ്ങനെ നീന്തുകയാണ്. അവരെല്ലാവരും പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. നെമം പഠിക്കുന്നുണ്ട്, അവന് വേണ്ടിയിട്ട് 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കൊടുക്കുന്നുണ്ട്, സർവീസൊക്കെ ചെയ്യുന്നുണ്ട്. 25 ലക്ഷം രൂപ ഒരു മാസം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ മോഹൻലാൽ പരസ്യത്ത് പറഞ്ഞത് ലക്ഷ്യയിൽ പോയി നിങ്ങൾ പഠിക്കൂ, ACCA CA ചെയ്യൂ, നിങ്ങൾക്ക് മാസം 4 ലക്ഷം 5 ലക്ഷം കിട്ടുന്ന മോഹൻലാൽ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് 25 ലക്ഷം രൂപ കിട്ടേണ്ട ഒരു കണക്കാണ്. ഇതിൻ്റെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡൊക്കെ നമ്മൾ വീണ്ടും അടുത്തതിൽ വരും. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. കാലാകാലവും ജീവിതകാലം മുഴുവനും എല്ലാ ജനറേഷനും ദാരിദ്ര്യത്തിൽ തന്നെ ആയി പോകരുത്. മനസ്സിലായില്ലേ? നമ്മളുടെ ചിന്താഗതി കാരണം നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോയി പോകുന്നുണ്ട്. അത് നമ്മുടെ ചിന്താഗതി മാറ്റാത്തതുകൊണ്ടാണ്. ആ ചിന്താഗതി മാറുമ്പോൾ അതിലേക്ക് വരും. ഞാനിതിപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം ആ ലെവലിൽ ഒരു വരും. ഇപ്പോൾ എൻ്റെ മകൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, നാട്ടിൻപുറത്തുള്ള ഒരു ചെറിയ സ്കൂളിലാവും പഠിക്കുന്നത്, ഇംഗ്ലീഷ് മീഡിയമാണ്. അവനെ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ് 2024 10:34 5:39 2040 ആകുമ്പോഴത്തേക്കും അവന് 25 ലക്ഷം രൂപ സാലറി കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, 25 ലക്ഷം രൂപ എൻ്റെ മകന് സാലറി കിട്ടുമ്പോൾ ഈ ഒരു 10 കൊല്ലം ഞാൻ അവൻ്റെ കൂടെ പണിയെടുക്കാണ്ട് നടന്നിട്ടുണ്ടെങ്കിലും ലാഭമല്ലേ? 25 ലക്ഷം രൂപ മാസം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് കൃഷി ഇറക്കിയാൽ കിട്ടും? നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താൽ അടുത്തൊരു 15 വർഷം കഴിഞ്ഞാൽ എല്ലാ മാസവും 25 ലക്ഷം രൂപ കിട്ടുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടോ? പക്ഷേ ഇതിന് ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിയൊന്നും ചിലവാക്കേണ്ട. നിങ്ങളെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ 15 വർഷം നിങ്ങൾ കുട്ടിയുടെ കൂടെ അതിനെ ഫോക്കസ് ചെയ്ത് അവൻ്റെ കൂടെ നിൽക്കണം. അവന് കോൺഫിഡൻസ് കൊടുക്കണം. അവൻ ആ ലെവലിൽ എത്തും എന്നുള്ളത് അവനോട് നിരന്തരം കിടക്കുന്നേരം ഉറങ്ങുന്നേരം നടക്കുന്നേരമൊക്കെ അവനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇതിനു വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഇതിൽ പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും, ബിസിനസ് ആവുണ്ടാവും, അങ്ങനെയൊക്കെ വരാം. ഇതിലും കൂടുതൽ പണം ഇപ്പോൾ മാസം 25 ലക്ഷം റുപ്യ കിട്ടുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ അന്ന് 1 കോടി റുപ്യൊക്കെ മാസം കിട്ടുന്നവരുണ്ടാവാം. അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ വെച്ചാണ് കൂടുതൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അന്ന് ബിസിനസ് ചെയ്തിട്ട് ഒരു മാസം 1 കോടിയൊക്കെ കിട്ടുന്നവരുണ്ട്. ഇന്നും മാസം ബിസിനസ് ചെയ്ത് 1 കോടി കിട്ടുന്നവരൊക്കെ ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മളുടെ കുട്ടിയെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുട്ടിയെ നമ്മളൊരു പണം കായ്ക്കുന്ന മരമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ 1-2 ഫോൺ ചെയ്ത് എന്നോട് അറിയുന്ന ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, കുട്ടികളെ നമ്മൾ അങ്ങനെയാണോ വളർത്തേണ്ടത്? അത് അയാളുടെ ചിന്തയാണ്. കുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് വളർത്താൻ പാടുണ്ടോ? അത് അയാളുടെ ചിന്തയാണ്. അത് അയാളങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഞാനങ്ങനെ ചിന്തിക്കുന്നത് എനിക്കങ്ങനെ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനത് നടത്തും. ഓക്കെ, അതുപോലെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഈ എപ്പിസോഡ്. അല്ലാതെ ഇത് നമ്മളെപ്പോഴും നമ്മളെ ജീവിതത്തിൽ വിജയിക്കുന്നത് നമ്മളുടെ ചാൻസ് അല്ല, നമ്മളുടെ ചോയ്സാണ്. ചാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും MBBSനോ എഞ്ചിനീയറിംഗ് പോകാൻ ചാൻസ് ഉണ്ട്, ഗൾഫിൽ പോകാൻ ചാൻസ് ഉണ്ട്. ആ ചാൻസ് അല്ല നമ്മളെ വലുതാക്കുന്നത്. നമ്മളുടെ ചോയ്സാണ്. നിങ്ങൾ ഗൾഫിൽ പോയത് എന്തായിട്ടാണ് പോയത്? ഏത് ജോലിക്കായിട്ടാണ് പോയത്? അതിനെ ബേസ് ചെയ്താണ് നിങ്ങൾ പണം ഉണ്ടാക്കുന്നതും മാറുന്നതും. പണം വേണ്ടെന്നൊക്കെ ആളുകൾ വെറുതെ പറയുന്ന കേട്ടോ. അതൊക്കെ ഓരോരുത്തരും പറയും പണമല്ല വലുതെന്ന് ചോദിച്ച അവസാനം അവൾ പറയും അയാൾ ട്രെയിനാണ്, അയാൾക്ക് ചില സമയം പണമല്ല വലുത്, അയാൾക്ക് ചില സമയം ട്രെയിനായിരിക്കും വലുത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പണമല്ല വലുത്. പിന്നെ അവർക്ക് തീവണ്ടിയാണ് വലുത്, അതല്ല വലുത്.
അതാണ് അവർക്ക് വലുത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആ തീവണ്ടി വേണ്ടിയവർക്ക് വേണ്ടിയല്ല കേട്ടോ നമ്മൾ സംസാരിക്കുന്നത്. പണമാണ് വലുത്, പണം വേണം എന്നുള്ളത് തന്നെയാണ്. സത്യസന്ധമായിട്ട് ജീവിക്കാനും കുറേ ആളുകളെ സഹായിക്കാനും ഒക്കെ തന്നെ നമുക്ക് പണം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുട്ടികളെ നമ്മൾ അങ്ങനെ ആക്കാൻ മാറ്റാൻ പറ്റും. വരുന്നൊരു 15 വർഷം, നിങ്ങളിപ്പോൾ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കൂടെ 15 വർഷം അവൻ്റെ ജോലി കിട്ടുന്നത് വരെ അവൻ്റെ പേരൻസ് ഊണും ഉറക്കമൊഴിഞ്ഞൊക്കെ അവൻ്റെ കൂടെ നടക്കാൻ തയ്യാറില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് കറക്റ്റായിട്ടുള്ള ഒരു വർക്ക് പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണ്, കറക്റ്റായിട്ടുള്ള ഒരു ഡ്രീം സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. കുട്ടി എന്തായിത്തീരണമെന്ന് പേരൻസിനോട് ചോദിച്ചാൽ പേരൻസിനും അറിയില്ല എന്തായിത്തീരണമെന്ന്. കുട്ടി ഒരു 15 കൊല്ലം കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ എന്താണെന്ന് കുട്ടീനോട് ചോദിച്ചാൽ അവനും ഒരു ഐഡിയ ഇല്ല. പിന്നെ എങ്ങനെയാവുക? അതുകൊണ്ടാവാത്തത്. നിങ്ങളാവേണ്ട എന്താണോ അത് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. നിങ്ങളത് സെറ്റ് ചെയ്യിക്കണം. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ ആവണമെന്ന് എഴുതി വെക്കണമെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റെതസ്കോപ്പ് വാങ്ങിയിട്ട് ഇപ്പോൾ കുട്ടി പഠിക്കുന്ന റൂമിൻ്റെ ചുമരിൻ്റെ മുകളിൽ അവിടെ വെക്കണം. അവൻ കാണട്ടെ. ഡോക്ടറുടെ ഒരു കോട്ട് വാങ്ങിയിട്ട് അവൻ്റെ റൂമിൽ വെക്കട്ടെ. അതൊക്കെ വെക്കണം. അവനതിങ്ങനെ പോകുന്നേരം വരുന്നേരം നിന്നൊക്കെ അതങ്ങനെ കാണും. ഞാൻ പറയുന്നത് ഡോക്ടർ മാത്രമാണ് നല്ല പ്രൊഫഷൻ ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വലിയൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാം. അതും ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന വലിയ കമ്പനി നിങ്ങളെ പർച്ചേസ് ചെയ്യും. പക്ഷെ നിങ്ങളിൽ ആ കഴിവുണ്ടാവണം. അതാ പറഞ്ഞത്, നീറ്റ് പരീക്ഷ ചെയ്ത് പാസ്സായി പോയതുകൊണ്ടൊന്നും നിങ്ങൾക്ക് 25 ലക്ഷം കിട്ടുമൊന്നുമില്ല. അത് അവസാനം നിങ്ങൾ ഡോക്ടറായി മാറും. നിങ്ങൾ MD എടുക്കും, വീണ്ടും ഡോക്ടറായിട്ട് വീട്ടിൽ നിന്ന് പരിശോധിച്ച് ചെറിയ പൈസയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ വലിയൊരു പൈസയിലേക്ക് പോകണമെങ്കിൽ 2 കാര്യം. ഒന്ന്, ഇത് മാത്രമല്ല, എഡീഷണലായിട്ട് കുറേ കാര്യങ്ങൾ ആ വിഭാഗം, ആ പാർട്ടിനെ പറ്റി നമ്മൾ പഠിക്കാനും വായിച്ചറിയാനുണ്ട്. ഒരുപാട് പഠിക്കുകയും ഒരുപാട് വായിച്ചറിയുകയൊക്കെ ചെയ്യണം. ആ സമയത്ത് മാത്രമേ നമുക്ക് ആ രീതിയിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യവുമായിട്ടുള്ള ബന്ധപ്പെട്ട എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഇത് തീർന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ അടുത്തൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും കുട്ടിയുടെ തൊഴിൽ, അതിനെന്തെങ്കിലുമൊക്കെ കാര്യം വേണം എന്നുള്ളതിനെ പറ്റി അടുത്ത് ചെയ്യുന്നുണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നൈബേഴ്സിനൊക്കെ തന്നെ ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. പല ആളുകളുണ്ട് അങ്ങനെ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ. നമ്മൾ നല്ല വീഡിയോ കണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക, അതാണ് വേണ്ടത്. പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊമോട്ട് ലൈഫ്, പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊമോട്ട് വാല്യൂസ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.